ഈ കണ്ണാപ്പികൾക്ക് ജർമ്മനി കൂടിയായിട്ട് എന്താ ബന്ധം? അതായത് കർണാടകയ്ക്ക് ഈ ജർമ്മനി കൂടിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് അഡോൾഫ് ഹിറ്റ്ലറുമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. അതായത് അഡോൾഫ് ഹിറ്റ്ലർ ഇന്ത്യയിൽ വന്നിരുന്നു. അതായത് 1935 അന്ന് നെഹ്റുജി പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് 2025, 20, 18 ആ കാലഘട്ടങ്ങളിലാകുമ്പോഴേക്കും നമ്മുടെ നാടുകളിൽ മുഴുവൻ കണ്ണാപ്പികൾ എന്ന ഒരു സമുദായം രൂപീകരിക്കപ്പെടുമെന്നും അതിനുശേഷം പല അനിഷ്ട സംഭവങ്ങൾ, ഏഹ്, ലോകത്തെവിടെയും കാണാത്ത പല അനിഷ്ട സംഭവങ്ങൾ ഇവിടെ അഴിഞ്ഞു കാണുകയും, അതായത് ജർമ്മനി കൊടി അത് അവരുടെ ഒരു ചിഹ്നമായി മാറുകയും അത് അഴകിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പ്രതീകമായി മാറിയിരുന്നു. ഇതിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പല നിലപാടുകൾ ഇവിടെ സാമ്രാജ്യത്വശക്തികളുടെയും അതുപോലെ പല ഫാസിസം, അതുപോലെ ജൂത വിരുദ്ധത, അതേപോലെ മുസ്ലിം വിരുദ്ധത തുടങ്ങിയ ആർ എസ് എസ് വിരുദ്ധത എന്നിവയെല്ലാം ഇതിൽ വ്യക്തമായി നമുക്ക് ശുദ്ധീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ക്രിസ്ത്യാനിറ്റി, അതുപോലെ പല ജൂത സംഘടനയായ സയനിസ്റ്റ് മൂവ്മെൻറ്റും ഇതെല്ലാം ഇവിടെ വ്യക്തമായി നമുക്ക് തെളിഞ്ഞു കാണുന്നത്. ഇത് കണ്ണാപ്പികളുടെ പല കുലിസിത പ്രവർത്തനങ്ങളും ഇത് പൊതുസമൂഹത്തിൽ അഴിഞ്ഞാടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പുകമറ മാത്രമാണ്. അതായത് സ്വർണ്ണക്കടത്തുകൾ തൊട്ട് അങ്ങ് അന്റാർട്ടിക്കയിലെ സ്മഗ്ലിംഗ് വരെ ഇവിടുന്ന് സ്നേഹം ഉള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന നല്ല വ്യക്തികളാണ് ഈ കണ്ണാപ്പികൾ. കണ്ണാപ്പികളുടെ സ്നേഹം അറിഞ്ഞ് ഒരുപാട് സ്ത്രീകൾ അവരുമായിട്ട് അട്രാക്റ്റ് ആകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പിൻഗാമികളാണ്.